കരിപ്പൂർ ടോളിൻ്റെ അവസ്ഥയാണ് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ. എന്താ ഈ കാണുന്ന ഹിന്ദിക്കാർ പെരുമാറിയതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഉംറ കഴിഞ്ഞ് വരുന്നതാണ്. ഇവനെയും ഇവന്റെ ബ്രദറിനെയും 6 പേര് വട്ടം കൂടിയിട്ട് 5 മിനിറ്റിന്റെ അടുത്തോളം തല്ലി. ഇവിടുത്തെ അവസ്ഥയാണ്. ഇവന്റെ കൈ പുറത്തുള്ള വണ്ടി ഇവര് അടിച്ചിട്ട് വണ്ടി നോക്കിയിട്ടുണ്ട്. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും. കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. കരിപ്പൂർ വിമാനത്താവളത്തിൽ ടോൾ ജീവനക്കാരുടെ ഗുണ്ടായിസം. ഉംറ തീർത്ഥാടകന് ക്രൂര മർദ്ദനമേറ്റതായി പരാതി. മലപ്പുറം വള്ളുവമ്പ്രം സ്വദേശി റാഫിദിനാണ് മർദ്ദനമേറ്റത്. മാതാവിനൊപ്പം ഉംറ കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ടോൾ ജീവനക്കാരൻ മർദ്ദിച്ചുവെന്നാണ് പരാതി. ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. ടോൾ ഗേറ്റിൽ 27 മിനിറ്റ് കൊണ്ടാണ് എത്തിയത്. എന്നാൽ ടോൾ ജീവനക്കാർ ഇവരിൽ നിന്നും 1 മണിക്കൂറിന്റെ തുക ഈടാക്കുകയായിരുന്നു. ചാർജ് ഷീറ്റ് പ്രകാരം 30 മിനിറ്റ് നേരത്തേക്ക് 40 രൂപയാണ് ഈടാക്കേണ്ടിയിരുന്നത്. 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ 65 രൂപയുമാണ് ചാർജ്. ഇത് റാഫിദ് ടോൾ ജീവനക്കാരെ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജീവനക്കാർ റാഫിദിനെ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. ടോളിലെത്തിയപ്പോൾ 65 രൂപ നൽകണമെന്ന് ജീവനക്കാർ പറഞ്ഞു. 30 മിനിറ്റല്ലേ ആയിട്ടുള്ളൂവെന്നും ചാർജ് ഷീറ്റ് കാണിക്കാമോ എന്നും റാഫിദ് ചോദിച്ചു. ഉംറക്ക് പോയ ഒരു ഉമ്മക്കും മോനും ഫാമിലിക്ക് ഉണ്ടായ അനുഭവമാണ്. ഇപ്പൊ ഇവർ എന്തിനാ തല്ലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന്റെ പേയ്മെന്റ് ഇവരോട് ചോദിച്ചു. ഇവർ ആകെ എടുത്തിട്ടുള്ളത് അരമണിക്കൂറാണ്. അരമണിക്കൂർ എടുത്തിട്ടില്ല, 27 മിനിറ്റാണ് ഇവർ ആകെ എടുത്തിട്ടുള്ളത്. അപ്പം അരമണിക്കൂറിന്റെ പേയ്മെന്റ് ആണ് അവർ കൊടുക്കേണ്ടത്. പക്ഷേ അരമണിക്കൂറിന്റെ പേയ്മെന്റ് പോരാ, നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, 1 മണിക്കൂറിന്റെ പേയ്മെന്റ് നിങ്ങൾ തരണം എന്നും പറഞ്ഞിട്ടാണ് ഇവരെ തല്ലിയിട്ടുള്ളത്. ആൾറെഡി ഇവിടുത്തെ ടൈമിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇന്നലെ TV ഇബ്രാഹിം സാറും APD ഒക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്നും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിന് പിറ്റേ ദിവസം, അത് ഇന്നത്തെ ഡേറ്റ് 1/1/2025, പിറ്റേ ദിവസമാണ് ഇവരുടെ വാക്കിന് ഒരു വിലയും കൊടുക്കാണ്ട് ഇത്രയും കാലം നമ്മൾ പൈസ കൊണ്ട് കൊല്ലാക്കല് ചെയ്തിരുന്ന ആൾക്കാർ ഇപ്പം നമ്മൾ ആക്രമിച്ച് കൊല്ലുന്ന രീതിക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ജീവനക്കാരൻ ദേഷ്യപ്പെട്ടു. അല്പം ശബ്ദം കൂട്ടി സംസാരിച്ചു. ഇത് കേട്ട് മറ്റൊരാൾ വന്നു. അയാൾ പറഞ്ഞു 65 അല്ല 40 രൂപയാണെന്ന്. പൈസ കൊടുക്കാൻ സമയം തങ്ങൾ ഇത് ചോദ്യം ചെയ്തതുകൊണ്ടാണല്ലോ 65 രൂപ 40 ആയതെന്നും എല്ലാവരിൽ നിന്നും ഇത്തരത്തിലാണോ പണം വാങ്ങുന്നതെന്നും ചോദിച്ചു. ഇത് രണ്ടാമത്തെയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാൾ ശക്തിയായി കാറിലിടിച്ചു. ചോദ്യം ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടേണ്ടതില്ലെന്ന് താൻ പറഞ്ഞു. അപ്പോഴേക്കും മറ്റുള്ളവരും ഓടിക്കൂടി. കാറിന്റെ ഡോർ തുറന്നപ്പോഴേക്കും അവർ തന്നെ വലിച്ചു പുറത്തേക്കിട്ട് മർദ്ദിച്ചുവെന്ന് റാഫിദ് പറഞ്ഞു. കരിപ്പൂർ ടോളിന്റെ അവസ്ഥയാണ് കാലിക്കറ്റ് എയർപോർട്ടിന്റെ. എന്താ ഈ കാണുന്ന ഹിന്ദിക്കാർ പെരുമാറിയതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഉംറ കഴിഞ്ഞ് വരുന്നതാണ്. ഇവനെയും ഇവന്റെ ബ്രദറിനെയും 6 പേര് വട്ടം കൂടിയിട്ട് 5 മിനിറ്റിന്റെ അടുത്തോളം തല്ലി. ഇവിടുത്തെ അവസ്ഥയാണ്. ഇവന്റെ കൈ പുറത്തുള്ള വണ്ടി ഇവര് അടിച്ചിട്ട് വണ്ടി നോക്കിയിട്ടുണ്ട്. ഉംറക്ക് പോയ ഒരു ഉമ്മക്കും മോനും ഫാമിലിക്ക് ഉണ്ടായ അനുഭവമാണ്. ഇപ്പൊ ഇവർ എന്തിനാ തല്ലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന്റെ പേയ്മെന്റ് ഇവരോട് ചോദിച്ചു. ഇവർ ആകെ എടുത്തിട്ടുള്ളത് അരമണിക്കൂറാണ്. അരമണിക്കൂർ എടുത്തിട്ടില്ല, 27 മിനിറ്റാണ് ഇവർ ആകെ എടുത്തിട്ടുള്ളത്. അപ്പം അരമണിക്കൂറിന്റെ പേയ്മെന്റ് ആണ് അവർ കൊടുക്കേണ്ടത്. പക്ഷേ അരമണിക്കൂറിന്റെ പേയ്മെന്റ് പോരാ, നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, 1 മണിക്കൂറിന്റെ പേയ്മെന്റ് നിങ്ങൾ തരണം എന്നും പറഞ്ഞിട്ടാണ് ഇവരെ തല്ലിയിട്ടുള്ളത്. ആൾറെഡി ഇവിടുത്തെ ടൈമിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇന്നലെ TV ഇബ്രാഹിം സാറും APD ഒക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്നും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിന് പിറ്റേ ദിവസം, അത് ഇന്നത്തെ ഡേറ്റ് 1/1/2025, പിറ്റേ ദിവസമാണ് ഇവരുടെ വാക്കിന് ഒരു വിലയും കൊടുക്കാണ്ട് ഇത്രയും കാലം നമ്മൾ പൈസ കൊണ്ട് കൊല്ലാക്കല് ചെയ്തിരുന്ന ആൾക്കാർ ഇപ്പം നമ്മൾ ആക്രമിച്ച് കൊല്ലുന്ന രീതിക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും പ്രതികരിക്കണം, ഷെയർ ചെയ്യണം ഈ വീഡിയോ മാക്സിമം. കാരണം നാളെ നിങ്ങളുടെ കുടുംബത്തിനായിരിക്കും ഈ അവസ്ഥ വരിക. കരിപ്പൂർ എയർപോർട്ടിലെ ടോൾ പ്ലാസ തട്ടിപ്പ് സംബന്ധിച്ച് നേരത്തെയും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കാർ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതിൽ വ്യാപക തട്ടിപ്പാണ് കരിപ്പൂരിൽ നടക്കുന്നത്. സമയം തിരുത്തിയും വാഹനങ്ങളുടെ സീറ്റിന്റെ എണ്ണം തെറ്റായി കാണിച്ചുമാണ് തട്ടിപ്പ് നടത്തുന്നത്. തോന്നിയതുപോലെയാണ് തുക ഈടാക്കുന്നതെന്നും ആരോപണമുണ്ട്. ഇത് സംബന്ധിച്ച് ദിനേന വാക്കേറ്റവും പതിവായിരുന്നു. ഇതിനു പിന്നാലെയാണ് യുവാവിനെതിരെ കയ്യേറ്റവും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം TV ഇബ്രാഹിം MLA സ്ഥലത്തെത്തുകയും കൃത്രിമത്വം കയ്യോടെ പൊക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാകില്ലെന്ന് അധികൃതർ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ആ വാക്ക് നൽകി മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് കയ്യേറ്റമടക്കം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.